സോ ഇന്നല്ല ചിക്കൻ ഹോട്ട് ആൻഡ് സവർ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. സോ ചിക്കൻ 1 2 3 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനി ബ്രോത്ത് ഉണ്ടാക്കാൻ പോവാം. പിന്നെ അണിയൻസ് സ്കാലിയോൺസ് അത് കുറച്ച് ഇതിൻ്റെ അകത്ത് നാളെ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ചെയ്യുവാണ്. ബാക്കി സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് ഇടാം. കൊച്ചായിട്ട് അരിഞ്ഞ് നാളെ സൂപ്പ് ഉണ്ടാക്കും. സ്റ്റോക്കിന് വേണ്ടി ഇടുകയാണ്, ഇങ്ങനെ നീളത്തിലിടുക. ബാക്കി പിന്നെ കൊച്ചു കഷ്ണങ്ങളൊക്കെ. ചിക്കൻ വറുത്തത്, സാമ്പാർ, പച്ചടി, പച്ച പെപ്പർ, അതുപോലെ തന്നെ സ്റ്റോക്കിന് വേണ്ടി കുറച്ച് കട്ട് ചെയ്തിട്ടിട്ട് ബാക്കി ക്യാബേജ് എടുക്കുവാണ്. അതും ഇങ്ങനെ ഹാഫായിട്ട് എടുത്ത് കുറച്ച് ഹാഫ് തോരൻ വയ്ക്കാനായിട്ട് മാറ്റി. പിന്നെ ബാക്കി ഒരു ഹാഫ് സ്റ്റോക്കിന് വേണ്ടി മുറിക്കുകയാണ്. അതും ഇങ്ങനെ വലുതായിട്ട് മുറിച്ചിടും. സ്റ്റോക്കിന് വേണ്ടി ഉണ്ടാക്കി. പിന്നെ ബാക്കി ചെറിയതായിട്ട് അരിഞ്ഞ് സൂപ്പിന് വേണ്ടി. സ്റ്റോക്കിന് വേണ്ടി ഇടുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ചതക്കി ഇഞ്ചി ഇടുക. ഉള്ളി ഇങ്ങനെ വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റോക്കിന് വേണ്ടി. എന്നിട്ട് കൊച്ചതായിട്ട് അരിഞ്ഞ് മറ്റേ ഇങ്ങനെ ഫുൾ വെള്ളം നിറച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി ആഡ് ചെയ്ത് തിളപ്പിക്കാനിടുകയാണ്. 1.5 മണിക്കൂർ ഇരുന്ന് തിളയ്ക്കാൻ. സൂപ്പിൻ്റെ സ്റ്റോക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു, ബോയിൽ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. സോ ഇന്നലെ സൂപ്പിന് ഞാൻ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചത്. സ്റ്റോക്ക് ഫിൽട്ടർ വേണ്ട, സൂപ്പിൻ്റെ സ്റ്റോക്കാണ്. ഫിൽട്ടർ ചെയ്യണം. അതിൻ്റെ അകത്ത് ചിക്കൻ പീസസ് ഇങ്ങനെ ഷ്രെഡ് ചെയ്യുക. ചിക്കൻ കുട്ടി പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ആക്ച്വലി വെജിറ്റബിളും എല്ലാം എടുക്കാം എൻ്റെ അകത്ത്. ഇങ്ങനെ ഇനിയും ഷ്രെഡ് ചെയ്യുക ചിക്കനെല്ലാം. ഓക്കെ. സോ ചിക്കൻ ബ്രോത്ത്, പിന്നെ ഷ്രെഡ് ചെയ്ത് വെജിറ്റബിൾ. ഞാൻ ആക്ച്വലി മറ്റേ വെജിറ്റബിൾ ഒന്നും കളയുന്നില്ല, ഞാനത് എന്തിനാ കളയുന്നത്. സോ ഇത് വെജിറ്റബിൾ ആയിരുന്നു, പിന്നെ ചിക്കൻ ഷ്രെഡ് ചെയ്തത്. ഇനിയിപ്പോൾ സൂപ്പൊക്കെ പാൻ വെച്ച് ഇന്നലെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസാണ്, അനിയനെല്ലാം. അങ്ങനെ പാൻ ചൂടാക്കുകയാണ്. ഇനി ബട്ടർ അതിൻ്റെ അകത്തോട്ടിട്. കോൺഫ്ലേക്സ് പോട്ടെ, കോൺ സ്റ്റാർച്ചിൻ്റെ പൊടി ഇച്ചിരി എന്താ അവർ പറയുന്നത്, കുറച്ച് സൂപ്പിന് കട്ടി കൂട്ടാനായിട്ട് ലിക്വിഡ് ആക്കാൻ പോവാം. സോ വെജിറ്റബിൾ എല്ലാം ഇങ്ങനെ ബട്ടർ ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്കൊന്ന് പയ്യെ വഴറ്റിക്കൊണ്ടിരിക്കുക. സോ ഇതിൻ്റെ അകത്ത് കുറച്ച് വിനീഗർ, പിന്നെ കുറച്ച് സോയ് സോസ്, പിന്നെ കുറച്ച് എന്തുവാ സ്വീറ്റ് ജിഞ്ചർ ചില്ലി സോസ്.
ഇത്ര ആഡ് ചെയ്ത് ഇന്നത്തെ സ്റ്റോക്കിൻ്റെ ഉണ്ടാക്കിയ ആ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് ആഡ് ചെയ്ത് എന്താണേലും വെന്തിരിക്കുമല്ലേ, എന്തിനാ അത് വേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഷ്രെഡ് ചെയ്തിരിക്കുന്ന ചിക്കൻ, പിന്നെ ബ്രോത്ത്. ഇച്ചിരി എരി കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്രീൻ പെപ്പർ ചില്ലി സോസും കൂടി ആഡ് ചെയ്യാം. ഇതിനകത്ത് ബ്ലൂബി കിടന്ന് അലച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനി തിളച്ച് വരട്ടെ. ആക്ച്വലി എനിക്ക് കോൺഫ്ലെക്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി തിക്ക്. ഇനിയും ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കോൺ സ്റ്റാർച്ച് ഇത് മിക്സ് ചെയ്യുവാണ്. ഇത് തിക്കാക്കാനാണെന്നാണ് പറയുന്നത്. സോ ഐ ജസ്റ്റ് ആഡഡ് ദാറ്റ്. ആക്ച്വലി അത് തിക്കാക്കേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വൈറ്റ് എഗ്ഗും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഞാനത് ആഡ് ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് മുട്ടയുടെ ഉളുമ്പ് ടേസ്റ്റ് ഇഷ്ടമല്ല. കോൺ ആഡ് ചെയ്തു. ഇനിയും ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അനിയൻ സ്കാലോൺസ് ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീഫ്. ആൻഡ് സൂപ്പ് ഈസ് റെഡി. ചിക്കൻ സ്വീറ്റ് ആൻഡ് സവർ സൂപ്പ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. യമ്മി. എനിക്ക് ഇച്ചിരി എരി വേണം, പക്ഷേ ഇത് ഞാൻ going to share with Aji and all, so I'm not putting that much.